നമ്മൾ ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ വേറെ ആൾക്കല്ല, എന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ വന്നപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ നമ്മളൊരു ഹാമ്പർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഹാഫ് കെ ജി കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് അതിന് സെറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അത് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അരക്കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിൽ എടുത്ത് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. അരക്കപ്പ് ഇത് 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ട് അങ്ങോട്ടൊന്ന് ഇങ്ങോട്ടൊന്ന് പിന്നെ ഇങ്ങോട്ടൊന്ന് അങ്ങനെ 3 പ്രാവശ്യം നമ്മൾ തരിച്ച് മാറ്റി വെക്കണം. 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമ്മൾ മാറ്റി വെച്ചിട്ട് അതേ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി നമ്മൾ അതിലിട്ടിട്ട് തരിച്ച് മാറ്റി വെക്കുക. അടുത്ത് നമ്മൾ കേക്ക് എങ്ങനെ ബേക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ചെയ്യാം. പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഇതേപോലത്തെ ഒരു ചെമ്പട്ടി എടുത്തിട്ട് 3 മുട്ടയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് മൈലസൻസ് കൂടി പറഞ്ഞിട്ട് നമ്മൾ നല്ലോണം അങ്ങോട്ട് ബീറ്റ് ചെയ്യും. പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര അതിലേക്ക് ഓരോ തവണകളായിട്ട് എടുത്തിട്ട് നന്നായിട്ട് കൊയവയാ പറഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ മുട്ട ഈ ഒരു രീതിയിൽ പൊങ്ങി വരുന്ന ടൈമിൽ നമ്മൾ ഇതിപ്പോൾ മൈദപ്പൊടി നമുക്ക് ഓരോ തവണകളായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം. പക്ഷെ മിക്സ് ചെയ്ത് അതിനൊന്നിട്ട് പരിവാക്കരുത്. കാരണം ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് എന്തായാലും ഫ്ലോപ്പ് ആവും. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇത്തിരി അപ്പസോഡയും കുറച്ച് സുറുക്കിയും അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ പതിഞ്ഞ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ബാറ്റർ ഇവിടെ കംപ്ലീറ്റ് ആവും. സെറ്റ് ചെയ്തിട്ടുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള സാധനം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ എന്താണ് വരഞ്ഞു കൊടുക്കുക. അങ്ങോട്ട് തൊട്ടും ഇങ്ങോട്ട് തൊട്ടും അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ള പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. അതിന് ബാക്കി ഫ്രോസ്റ്റിംഗ് ക്രീം ചെയ്യുന്നു ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ കാണും. ഓക്കെ ബൈ.